സർ 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 ഇവിടെ വിശാന്ത്. ഞാനാ? നിങ്ങളാരാ? ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ? ആ വന്നോളൂ. ആ പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? സർ, ഞാനും ഇതേ സ്ട്രീറ്റിൽ തന്നെയാ താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ ഹെൽത്തിന് ചെറിയൊരു പ്രശ്നം. കുറച്ച് കാശ് കടായിട്ട് വേണമായിരുന്നു. തരാൻ പറ്റുമോ സർ? എനിക്ക് പൈസ തരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് പകരം വെക്കാൻ ലാൻഡോ ഡോക്യുമെന്റ്സോ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെയൊന്നും എന്റെ കയ്യിലില്ല. ഞങ്ങൾ വാടകയ്ക്കാ താമസിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് പണം തന്ന് സഹായിക്കുകയാണെങ്കിൽ. അതെയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പൈസ തരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സർ 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 പ്ലീസ് സർ, അങ്ങനെ പറയരുത്. നിങ്ങൾ ഇത്തിരി വലിയ മനസ്സ് കാണിച്ച് എനിക്കിത്തിരി പണം തന്ന് സഹായിക്കണം സർ. നിങ്ങൾക്ക് എത്രയാ വേണ്ടേ? ഒരു 20,000 രൂപ വേണം സർ. ശരി, ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? നിങ്ങളെ ഞാൻ സഹായിക്കണമെന്നോ? എന്താ ചെയ്യേണ്ട സർ? നീ എന്നോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യോ? സർ, നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ വിചാരിച്ചേ ഇല്ല. ഞാൻ അങ്ങനത്തെ പെൺകുട്ടിയൊന്നുമല്ല. നിങ്ങൾ പലിശയ്ക്ക് തരുവാണെങ്കിൽ എന്റെ തല പണയം വെച്ചിട്ടാണെങ്കിലും തിരിച്ചു തരും. എന്തിനാ ഇത്രയും ധൃതി? പതുക്കെ പോയി നന്നായിട്ട് ആലോചിച്ച് എൻ്റെ അടുത്ത് വന്നാ മതി. നീ അതിന് സമ്മതിച്ചാൽ ഞാൻ പൈസ തരാം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. സർ. ഓ വന്നോ? അകത്തേക്ക് കയറി വന്നോളൂ. എന്ത് തീരുമാനിച്ചു? സർ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് സുഖമില്ലാതെ പോയി നിങ്ങളുടെ ഭാര്യ വേറെ ഒരുത്തന്റെ അടുത്ത് പോയി പണം ചോദിക്കുമ്പോ എന്നോട് ഇന്നലെ നിങ്ങൾ ചോദിച്ചതുപോലെ അവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും സർ? ഹേയ്, എന്തുവേണമെങ്കിലും പറയാനായോ? സർ, ഞാൻ വെറുതെ പറഞ്ഞതിന് പോലെ നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ഈ വാക്ക് നിങ്ങൾ എന്നോട് നേരിട്ടാ ചോദിച്ചത്. ഇക്കാര്യം എങ്ങനെ എന്റെ ഭർത്താവ് അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നറിയോ? സർ, നിങ്ങളോട് ആരെങ്കിലും പണം ചോദിച്ചു വരികയാണെങ്കിൽ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ പറ്റില്ല എന്നും പറഞ്ഞ് തിരിച്ചയച്ചേക്ക്. അതല്ലാതെ ഇങ്ങനെ കടം ചോദിച്ചു വന്നവരോടൊക്കെ എന്റെ കൂടെ കിടക്കുവോ സെറ്റപ്പായിട്ടിരിക്കാവോ എന്നൊക്കെ ചോദിച്ച് വേദനിപ്പിക്കരുത്. കാരണം അവരെത്ര വിഷമത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. സർ, ഞാൻ കിടന്ന് പണം സമ്പാദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെക്കാളും വലിയ ആൾക്കാർ ഒരുപാടുണ്ട്. അവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ കൂടുതൽ കാശ് കിട്ടുമല്ലോ. പക്ഷേ അങ്ങനെ കിട്ടുന്ന കാശൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ വിശ്വസിച്ച് വന്നതിന് എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. എന്റെ ഭർത്താവിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. എന്നാ വരട്ടെ.